എന്താ കുട്ടി സന്തോഷം കൊണ്ട്? ഓക്കെ ഇത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുമെന്ന് വിചാരിച്ചില്ല. ഇവരെല്ലാവരും സംസാരിച്ചിട്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടുമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഇവിടെ പറയാമോ? എങ്ങനെയാണ്? താങ്ക്സ് പറയാം, ഒരു പ്രശ്നമല്ല. താങ്ക്സ് വാരിക്കോരി പറഞ്ഞോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പ്രൊഡ്യൂസർ അഷ്റഫിനെയാണ് താങ്ക്സ് പറയേണ്ടത്. പുള്ളിക്കാരൻ ഭയങ്കര സ്വീറ്റാണ്. ആൻഡ് നമ്മുടെ പടത്തിനെ ഇങ്ങനെ ആക്കാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസർ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര കാമാണ്, ഭയങ്കര സ്വീറ്റാണ്. താങ്ക് യു അഷ്റഫിക്ക. ആൻഡ് ആദ്യമായി ഞാൻ കുറച്ച് സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി അക്ഷയ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വളരെ ലവ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എല്ലാവർക്കും അക്ഷയനെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. റീൽസ്, ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണാനും ഡാൻസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളൊരു സോഷ്യൽ മീഡിയ സെലഫ് തന്നെയായിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മുടെ ഈ പാട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇഷ്ടം എനിക്ക് തോന്നുന്നു കൂടി അല്ലേ? വളരെ എൻജോയ് ചെയ്തല്ലേ ആ പാട്ട് ചെയ്തത്? ആ എക്സ്പീരിയൻസ് എന്ന് പറയുമോ? നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ സോങ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്രയും കഷ്ടപ്പെട്ടത്. കാരണം 2 വട്ടം സ്കെഡ്യൂൾ മാറ്റിയിട്ടാണ് ആ സോങ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സോങ് ആണത്. ബിക്കോസ് എനിക്ക് ഓൾറെഡി സ്റ്റേജിൽ മ്യൂസിക്കും സൗണ്ടൊക്കെ കേട്ടാൽ തന്നെ എനിക്ക് എനർജി ഭയങ്കരമായിട്ട് കയറും. അപ്പോൾ അങ്ങനെ അത്രയും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ഒരു പടത്തിൽ തന്നെ ഇത്രയും സ്റ്റേജ് പെർഫോമൻസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ബൃന്ദാ മാസ്റ്ററിൻ്റെ കൊറിയോയിലെ നാദർശിക്കയുടെ മ്യൂസിക്കിൽ ചിത്ര മാം ആൻഡ് റിമി ചേച്ചി ചെയ്ത സോങ്ങിൽ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ആൻഡ് ചെണ്ടമേളമൊക്കെ ആയിട്ട് വന്നപ്പോൾ എനർജി അങ്ങോട്ട് കയറി. അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സോങ്ങാണ്. അപ്പോൾ എന്തായാലും അക്ഷയ് നമുക്ക് വേണ്ടി കുറച്ച്